ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് ലോകത്തെ പല മാധ്യമങ്ങളും അജണ്ടയോടെയാണ് പ്രവർത്തിച്ചത്. റോയിട്ടേഴ്സ്, BBC, അൽ ജസീറ എല്ലാവർക്കും ഒരു അജണ്ട ഉണ്ടായിരുന്നു, അത് ഇന്ത്യക്കെതിരായിരുന്നു. എന്നാൽ ഓസ്ട്രേലിയൻ മാധ്യമമായിട്ടുള്ള സ്കൈ ന്യൂസ് ഓസ്ട്രേലിയയും ബ്രിട്ടീഷ് മാധ്യമമായിട്ടുള്ള സ്കൈ ന്യൂസും മാത്രമാണ് ഒരു പരിധിവരെ നിഷ്പക്ഷമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ ആയിക്കോട്ടെ, പാകിസ്ഥാന്റെ അംബാസിഡർമാരെ ആയിക്കോട്ടെ ഇരുത്തി വെള്ളം കുടിപ്പിച്ചത് ഈ സ്കൈ ന്യൂസ് മാധ്യമ പ്രവർത്തകരാണ്. ഇത് യാൽദ ഹക്കീം, നിങ്ങളിൽ പലരും ഈ ഒരു അവതാരകയെ കണ്ടിട്ടുണ്ടാവും. സ്കൈ ന്യൂസ് എന്ന് പറയുന്ന മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അവതാരകയാണ്. യാൽദ ഹക്കീമിനെ നമ്മൾ കാണുന്നത് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്ററിനെ പൊളിച്ചെടുക്കുമ്പോഴാണ്. അതായത് അദ്ദേഹത്തെ കൊണ്ട് 30 വർഷമായിട്ട് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഭീകരവാദ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയിപ്പിച്ചതിൽ വലിയൊരു പങ്ക് യാൽദ ഹക്കീം വഹിച്ചിട്ടുണ്ട്. കൂടാതെ പാകിസ്ഥാൻ അംബാസിഡർമാരെ വിളിച്ചിരുത്തിയിട്ട് അവരെ വെള്ളം കുടിപ്പിക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്കൈ ന്യൂസ് സത്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യക്ക് അനുകൂലമെന്ന് ഞാൻ പറയുന്നില്ല, നിഷ്പക്ഷമായിട്ട് സംസാരിച്ച അപൂർവം ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഒന്നാണ് സ്കൈ ന്യൂസ് എന്ന് പറയുന്നത്. ഈ യാൽദ ഹക്കീം എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ യാൽദ ഹക്കീം ആരാണെന്ന് കൂടി നമ്മൾ അറിയണം. ശരിക്കും ഇവരെ 1983 ജൂൺ 26 കാബൂളിലാണ് ജനിക്കുന്നത്, അതായത് അഫ്ഗാനിസ്ഥാനിലാണ് ജനിക്കുന്നത്. യാൽദ ഹക്കീമിന്റെ കുടുംബം സോവിയറ്റ് അഫ്ഗാനിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അവിടെ നിന്ന് ആദ്യം പാകിസ്ഥാനിലേക്ക് പോകുന്നു, പിന്നെ അവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു 1986. അപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ചരിത്രവും പാകിസ്ഥാന്റെ ചരിത്രവും ഒക്കെ യാൽദ ഹക്കീമിന് സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ അറിയാം. സ്വന്തമായി തന്നെ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. കാബൂളിലെയും അഫ്ഗാനിസ്ഥാനിലെയും ജനങ്ങളെ ഇന്ത്യ എങ്ങനെ സഹായിച്ചിട്ടുണ്ട് എന്നും തീർച്ചയായിട്ടും അവർ കാണുന്നുണ്ട്. ഈ അഫ്ഗാനിസ്ഥാനിൽ ജനിച്ചതുകൊണ്ട്